Hello everyone. In the previous class, we studied about coding and its strategies. In this section, we will be starting with software testing fundamentals. സോ ഒരു കോഡിംഗ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഫേസ് എന്നാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ കോഡിങ്ങിൽ നമ്മൾ കോഡെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ടെസ്റ്റിങ്ങിൽ വരുമ്പോൾ ആ എഴുതിയ കോഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. അതായത് വെദർ ഇറ്റ് ഇസ് ഹാവിങ് എറർ ഓർ എറർ ഫ്രീ. So we will move on to an introduction for software testing fundamentals. The first point, as it says, the goal of the testing is to find errors. Errors എന്ന് പറയുന്നത് എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് അതിനൊക്കെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിൽ കണ്ടുവരുന്ന മിസ്റ്റേക്സ് അത് ആ ഒരു മിസ്റ്റേക്സ് കാരണം പിന്നെ പ്രോഗ്രാം ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് നോൺ ആസ് എറേഴ്സ്. അപ്പം ടെസ്റ്റിങ്ങിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് വി ആർ ഫൈൻഡിങ് ഔട്ട് ദ എറേഴ്സ് ദാറ്റ് ഈസ് ബീങ് ഹാപ്പൻഡ് ഇൻ അവർ പ്രോഗ്രാം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എഴുതിയ പ്രോഗ്രാം കോഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ് അതിൽ എറേഴ്സ് ഉണ്ടോന്ന്. സോ ഒരു ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ഗുഡ് ടെസ്റ്റ്? ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എറർ കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി വളരെ അധികം ഹൈ ആണ്. ലൈക്ക് വെൻ വി ആർ ടെസ്റ്റിംഗ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ എറർ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ എറർ ഇസ് ഹൈ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് എറർ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. സോ ദസ് വി സേ ദ ടെസ്റ്റ് ഇസ് വെരി ഗുഡ്. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം അതിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? കുറേ ടൈം എടുത്ത് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും കുറച്ച് ടൈം എടുത്ത് കുറേ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും രണ്ടും ഡിഫറൻസ് ഉണ്ട്. സോ അവർ മെയിൻ എയിം ഷുഡ് ബി ഫൈൻഡിങ് ദ മോസ്റ്റ് ഓഫ് ദ എറേഴ്സ് വിത്ത് എ മിനിമം ഓഫ് എഫേർട്ട്. So we will move on to detail in this testing phase. First, we focus on the software testability. Software testability means that how we can manage a computer or how we can manage a computer program when it is being tested. How easily we can perform the testing operation, and that is known as software testing. So there are some characteristics that is to be followed, or the following characteristics will lead to the testable software. You have some points that is there. First one is operatability, then second one is observability, third one is controllability, fourth one is decomposability, fifth one is simplicity, sixth one is stability, and the last one is understandability. So these features, these characteristics will lead to the testable software. So this is using these 7 characteristics we will follow testing and its related operations. So first we will check what is operatability. ഓപ്പറേറ്റബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം നല്ലതായി ഇത് വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഹൗ മച്ച് ഇറ്റ് ഇസ് ഓപ്പറേറ്റബിൾ. നമുക്ക് എത്രത്തോളം അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സിനാരിയോ ചെക്കിംഗ് ആണ് വി സേ ഇറ്റ് ആസ് ഓപ്പറബിലിറ്റി. എത്രത്തോളം അത് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ദെൻ വി ക്യാൻ എഫിഷ്യൻ്റ്ലി ഫൈൻഡ് ഔട്ട് ഇസ്. അതായത് ഇപ്പം നമ്മൾ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ക്വാളിറ്റി ഇൻ മൈൻഡ്. അതായത് നല്ല ക്വാളിറ്റി തരുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പം അതിൽ വളരെ കുറച്ച് ബഗ്സ് എന്താക്കും ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോസിബിൾ ആയിട്ട് തരില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റിംഗ് പ്രോഗ്രസ് ചെയ്യാം വിത്തൗട്ട് എനി ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. അതായത് തുടക്കവും അവസാനവും ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെയോ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ചിലപ്പോൾ പ്രോഗ്രാമും നമുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. ബട്ട് നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് റിലേറ്റഡ് ആണല്ലോ എപ്പോഴും ഒരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ വെൻ വി ഫോളോ ഓൺ ഓൺലി ദ ക്വാളിറ്റി ഇൻ മൈൻഡ് ഈ 2 പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് വി സേ ഇറ്റ് ആസ് ഓപ്പറബിലിറ്റി. അതായത് ആസ് എ ടെസ്റ്റിംഗ് ഒരു സിസ്റ്റം ടെസ്റ്ററിനാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റർ അങ്ങനെയാണ് ആ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളെ വിളിക്കുക. സിസ്റ്റം ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസിലുള്ള ആൾക്കാർ. അപ്പോൾ അവരെപ്പോഴും ഒരു ടെസ്റ്റ് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ദേ ഷുഡ് ഹാവ് ആൻ ഓപ്പറബിലിറ്റി. ആ ഒരു ചാൻസ് ആ ഒരു പ്രോഗ്രാമായിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. സെക്കൻഡ് വൺ യു ഹാവ് ഇസ് ദ ഒബ്സർവബിലിറ്റി. അപ്പോൾ ഒബ്സർവബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കാണുന്നത്, അതായത് ആ ടെസ്റ്റർ എന്താണ് കാണുന്നത് അതാണ് ആ ടെസ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഇൻപുട്സും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ടെസ്റ്റിങ്ങിന്റെ പാർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ടെസ്റ്റ് കേസസ് എന്നാണ് പറയുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ് റിസൾട്ട്, ദാറ്റ് ഇസ് ദ ഔട്ട്പുട്ട്. So that is the main difference between the input and the output. Both are equally important during the testing case. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിൽ തന്നെ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടാവും, അതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ടാവും. ചില വേരിയബിൾസ് ഹിഡൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾസും ഹിഡൻ ആക്കാൻ പാടില്ല. എല്ലാ വേരിയബിൾസും ആ ഒരു ടെസ്റ്ററിന് കാണാൻ പറ്റണം. അതുപോലെ തന്നെ എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ദെൻ ഇറ്റ് ഓൾസോ മെൻഷൻസ് ദാറ്റ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അത്
കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി അത് ഔട്ട്പുട്ട് തെറ്റാണെങ്കിലും ലൈക്ക് ഔട്ട്പുട്ടിൽ ചിലപ്പോൾ അതിന് ലോജിക്കലി മിസ്റ്റേക്സ് ഉണ്ടാവും, സിമാൻറ്റിക്കലി മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിലും അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. ദാറ്റ് ഷുഡ് ബി വിസിബിൾ ടു ദ ടെസ്റ്റർ. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഹാവിങ് സം ഇന്റേണൽ എറേഴ്സ്. ഇന്റേണൽ എറേഴ്സ് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി വരാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യാം. അതനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒബ്സർവബിൾ എന്ന് പറയുമ്പം ഏറ്റവും ഫസ്റ്റ് വരുന്നത് സോഴ്സ് കോഡ് നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം. നമുക്ക് സോഴ്സ് കോഡ് ഉണ്ടായിട്ട് അതിനുശേഷമാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. സോ ദ സോഴ്സ് കോഡ് മസ്റ്റ് ബി ആക്സസിബിൾ. സോഴ്സ് കോഡ് വിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേരിയബിൾസും ബാക്കിയുള്ള ആ ഒരു പ്രോഗ്രാമിൽ വരുന്ന സ്റ്റേറ്റ്സും എല്ലാം വിസിബിൾ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒബ്സർവബിലിറ്റിയിൽ വരുന്നത്. അതായത് നമുക്ക് ആ പ്രോഗ്രാം, അത് ഹോൾ ഓഫ് ദാറ്റ് സിസ്റ്റം ഷുഡ് ബി ഒബ്സർവബിൾ ആൻഡ് വിസിബിൾ ടു അസ്. നെക്സ്റ്റ് we can have controllability. കൺട്രോളബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ എത്രത്തോളം അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ടെസ്റ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ ഓട്ടോമേറ്റും ചെയ്യാം, അതുപോലെ ഒപ്റ്റിമൈസേഷനും നമുക്ക് ചെയ്യാം. അതാണ് കൺട്രോളബിലിറ്റി എന്ന ഫീച്ചറിൽ വരുന്നത്. അപ്പം ഇതിൽ രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട്. നമ്മൾ സിസ്റ്റം ഡീൽ ചെയ്യുമ്പം അതിൽ ഹാർഡ്വെയർ സ്പെസിഫിക് കാര്യങ്ങളും വരും, സോഫ്റ്റ്വെയർ സ്പെസിഫിക് കാര്യങ്ങളും വരും. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒരു ടെസ്റ്റ് എഞ്ചിനീയർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എഞ്ചിനീയർ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ. അതിന് കൂടാതെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ സ്റ്റേറ്റ്സും ഉണ്ട്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ദാറ്റ് ഇസ് എ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് കേസസ് ഒക്കെ കൊടുക്കുമ്പം അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തുമ്പം ഇറ്റ് ക്യാൻ ബി സ്പെസിഫൈഡ്, ഓട്ടോമേറ്റഡ് ആൻഡ് റീപ്രൊഡ്യൂസ്. നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ടെസ്റ്റ് കൊടുക്കാം, ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കൊടുക്കാം, അതല്ല കൊടുത്ത ടെസ്റ്റ് തന്നെ വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കാം. സോ ഇവിടെയൊക്കെ നമുക്ക് കൺട്രോളബിലിറ്റിയുടെ കാര്യം വരികയാണ്. നമുക്ക് ആ ടെസ്റ്റ് കേസസ് കൊടുത്തിട്ട് വി ക്യാൻ ഗെറ്റ് ഓവർ എ കൺട്രോൾ ഓവർ ദാറ്റ് പ്രോഗ്രാം. സോ ദാറ്റ് ഇസ് കൺട്രോളബിലിറ്റി, ദ തേർഡ് ഫീച്ചർ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഡീകമ്പോസിബിലിറ്റി. ഡീകമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മോഡ്യൂൾസ് ഉണ്ടാവണം, അതിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ മോഡ്യൂൾസും നമുക്ക് ഇൻഡിപെൻഡന്റ്ലി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുമ്പം നമുക്ക് അതനുസരിച്ച് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസിലി അത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും, ഈസിലി അതിനെ വേർതിരിക്കാൻ പറ്റും. വി ക്യാൻ ഐസൊലേറ്റ് ദ പ്രോബ്ലംസ്. അതാണ് ഇതിലെ മെയിൻ കാര്യം. അപ്പൊ ഡീകമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യം. നമ്മൾ ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുമ്പോൾ വി ക്യാൻ ഇൻഡിവിജ്വലി ഐസൊലേറ്റ് ദ പ്രോബ്ലം ആൻഡ് ഓൾസോ വി ക്യാൻ പെർഫോം ബെറ്റർ റീടെസ്റ്റിംഗ്. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡീകമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കണം, അതുപോലെ ക്വിക്ക്ലി റെസ്പോൺസ് തരുന്നത് നമുക്ക് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റേണ്ടതായിരിക്കണം. സോ കുറച്ച് കാര്യങ്ങൾ മാത്രം ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് വരാം. അപ്പൊ അതിൽ വരുന്ന 3 കാര്യങ്ങളാണ് ആ ഒരു പ്രോഗ്രാം എപ്പോഴും ഫങ്ഷണൽ സിംപ്ലിസിറ്റി, സ്ട്രക്ചറൽ സിംപ്ലിസിറ്റി ആൻഡ് കോഡ് സിംപ്ലിസിറ്റി. ഫങ്ഷണൽ, സ്ട്രക്ചറൽ, കോഡ്, ഇത്തരം 3 കാര്യത്തിലും അത് സിംപ്ലിസിറ്റി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഫങ്ഷണൽ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് there is a feature set is the minimum necessary to meet requirements. അപ്പം അതിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ്, അതിൽ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, അതൊക്കെയാണ് അതിൽ മിനിമം ആയിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ ഒരു മിനിമം കാര്യങ്ങൾ അതിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് വൺ ഇസ് എ സ്ട്രക്ചറൽ സിംപ്ലിസിറ്റി. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ആർക്കിടെക്ചർ വരാം, അതിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ കമ്പോണൻസ് വരാം. അപ്പൊ അതെല്ലാം മോഡ്യൂൾ വൈസ് ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു മോഡ്യൂളിലുള്ള നമ്മൾ ഓൾറെഡി ഡിസൈൻ ഫേസിൽ നമ്മൾ ആർക്കിടെക്ചറെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അതിനുശേഷം നമ്മൾ മോഡ്യൂൾ വൈസ് ഡിവൈഡ് ചെയ്യുമ്പം ഒരു മോഡ്യൂളിൽ വന്ന ഒരു ഫോൾട്ടും വേറെ മോഡ്യൂളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടില്ല. സോ ആ പ്രൊപ്പഗേഷൻ നമ്മൾ ലിമിറ്റ് ചെയ്യണം. നമ്മൾ കപ്ലിംഗ് കൊഹഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മളത് ലിമിറ്റ് ചെയ്യണം. ദെൻ തേർഡ് വൺ യു ഹാവ് ഇസ് ദ കോഡ് സിംപ്ലിസിറ്റി. കോഡ് സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ കോഡിങ്ങിന്റെ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസും അതൊക്കെ മീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കോഡ് ഇൻസ്പെക്ഷൻ, കോഡ് വാക്ക് ത്രൂ, കോഡ് റിവ്യൂ, കോഡ് മെയിൻ്റെനൻസ് അതൊക്കെ ചെയ്യും. അപ്പൊ അതിലൊക്കെ ഈ പർട്ടിക്കുലർ നമ്മൾ എഴുതുന്ന ആ പ്രോഗ്രാം കോഡ് സാറ്റിസ്ഫൈ ആണ്. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ പ്രൊവൈഡ് കോഡ് സിംപ്ലിസിറ്റി. ആഫ്റ്റർ സിംപ്ലിസിറ്റി ദ നെക്സ്റ്റ് പോയിന്റ് യു ഹാവ് ഇസ് ദ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ചേഞ്ചസ് വരുത്തിയാലും അത് വലുതായിട്ട് അതിനെ എഫക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സിസ്റ്റം എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. ദ ഫ്യൂവർ ദ ചേഞ്ചസ് ദ ഫ്യൂവർ ദ ഡിസ്ട്രപ്ഷൻ ടു ദ ടെസ്റ്റിംഗ്. അതായത് കുറച്ച് ചേഞ്ചസ് വരുത്തിയാലും ഓക്കെ, അതിന്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ചേഞ്ചസ് വന്നോട്ടെ, ബട്ട് അതൊരു ബ്രോഡ് ചേഞ്ച് ആവാൻ പാടില്ല. നമ്മുടെ ടെസ്റ്റിങ്ങിന് അതൊരു ഡിസ്റ്റർബൻസ് ആവാനും പാടില്ല. സോ ദാറ്റ് ഇസ് സ്റ്റെബിലിറ്റി. അതായത് നമ്മൾ ചേഞ്ചസിൽ വരുന്ന സോഫ്റ്റ്വെയറിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇൻഫ്രീക്വന്റ് ആണ്. എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരാം. അതനുസരിച്ച് നമ്മൾ അതിൽ വരുന്ന കൺട്രോൾ ആക്സസബിലിറ്റീസും
കൺട്രോൾ ചെയ്യും, നമ്മുടെ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റബിലിറ്റി, ഡീകമ്പോസിബിലിറ്റി, അതൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇങ്ങനെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അത് വേറെ ടെസ്റ്റിങ്ങിനോ വേറെ മോഡ്യൂൾസിനോ അത് എഫക്ട് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ ഓർ ദ സിസ്റ്റം ഷുഡ് ബി സ്റ്റേബിൾ ഇൻ നേച്ചർ. ചെറിയൊരു ചേഞ്ച് വന്നാലും ആ ഒരു സോഫ്റ്റ്വെയർ അനങ്ങാനൊന്നും പാടില്ല. ദാറ്റ് ഷുഡ് ബി വെരി മച്ച് സ്റ്റേബിൾ ഇൻ നേച്ചർ ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി. നെക്സ്റ്റ് വി ഹാവ് ഇസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. ഒരാൾ ആ പ്രോഗ്രാം വായിക്കുമ്പോൾ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് അത് മനസ്സിലാവണം. സോ ദ മോർ ഇൻഫർമേഷൻ വി ഹാവ് ദ സ്മാർട്ടർ വി ക്യാൻ ടെസ്റ്റ്. അപ്പം ഒരു ടെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും കോഡ് ഡെവലപ്പ് ചെയ്യാൻ അറിയണ്ടാവില്ല. ലൈക്ക് ഹി ഓൺലി നോസ് ടു ഗിവ് ടെസ്റ്റ് കേസസ് ആൻഡ് ഹി ഓൺലി നോ ടു എക്സിക്യൂട്ട് ദ ടെസ്റ്റ് ഓർ ടു പെർഫോം ദ ടെസ്റ്റ്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഉണ്ടാവും, അയാൾക്ക് കോഡ് എഴുതാനുള്ള കഴിവുണ്ടാവും, ഇല്ലാന്നല്ല. ബട്ട് ചില കേസിൽ കോഡിങ് അറിയാത്ത ആളെ വരെ ടെസ്റ്റിംഗ് ഇടുന്ന കേസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ കോഡിങ്ങിനെ പറ്റി ഒന്നും വിവരം ഇല്ലാത്ത ആൾക്ക് ലൈക്ക് ഹി ക്യാൻ റീഡ് ദ പ്രോഗ്രാം ആൻഡ് ഹി ക്യാൻ ഗെറ്റ് ടു നോ വാട്ട് ഇസ് ദ പ്രോഗ്രാം ഇസ് ബീങ് കറന്റ്ലി പെർഫോമിങ്. അപ്പൊ അതിൽ നമുക്ക് കമന്റ്സ് ആഡ് ചെയ്യാം. യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ കമന്റ്സ് ഒക്കെ ആഡ് ചെയ്താൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഇൻസ്ട്രക്ഷൻസും എന്തൊക്കെയാണ് ചെയ്യുന്നത്. So we must provide that much information we have in that program code so the tester can perform testing easier. അതുപോലെ തന്നെ നമ്മൾ ആർക്കിടെക്ചർ കൊടുക്കുമ്പം ആർക്കിടെക്ചറൽ ഡിസൈൻസിൽ അതിൻ്റെ ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും. അതായത് ഇന്റേണൽ, എക്സ്റ്റേണൽ, പിന്നെ ഷെയറിംഗ് കമ്പോണൻസ്, റിസോഴ്സസ്, അങ്ങനത്തെ ഡിപ്പെൻഡൻസീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ. എപ്പോഴും ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യണം ആസ് എ പ്രൂഫ്. അപ്പോൾ ആ ഡോക്യുമെന്റേഷൻ ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ, ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്, ഇറ്റ് ഷുഡ് ബി ഡീറ്റെയിൽഡ്, ഇറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഡോക്യുമെന്റേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പം പെട്ടെന്നായിരിക്കും നമുക്ക് ഓരോ ചേഞ്ചസ് വരാം, ന്യൂ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടാകുമ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പറിനെയും ടെസ്റ്റേഴ്സിനൊക്കെ അറിയിക്കുക. സോ they are the person who is going to test our code and hence they should understand what is the code being performed. അപ്പോൾ അതനുസരിച്ച് അണ്ടർസ്റ്റാൻഡബിലിറ്റി പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് സോഫ്റ്റ്വെയർ വരുന്ന കുറച്ച് ടെസ്റ്റിംഗ് എന്താണ്, ടെസ്റ്റിംഗിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. സോ ഫസ്റ്റ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് സോഫ്റ്റ്വെയർ സ്ട്രാറ്റജീസ് എന്താന്ന് പറയാം. സോഫ്റ്റ്വെയർ സ്ട്രാറ്റജി എന്ന് പറയുമ്പം അതിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ്, അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റ് കേസസ് എന്ന് പറയാം. ആ ടെസ്റ്റ് കേസസ് ഉണ്ടാവും, അതിൻ്റെ ഡിസൈൻ മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആയിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് കയ്യിൽ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു 10-25 ടെസ്റ്റ് കേസസ് ഉണ്ടാവും. അപ്പോൾ 10-25 ടെസ്റ്റ് കേസസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അതനുസരിച്ചുള്ള അതിൻ്റെ ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടാവും. സോ വി ഷുഡ് വെൽ പ്ലാൻ ദിസ് സീരീസ് ഓഫ് സ്റ്റെപ്സ്. ഏതൊക്കെ ഇൻപുട്ടാണ്, എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ കേസസിലാണ് കൊടുക്കേണ്ടത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനാണ് വി സേ ഇറ്റ് ആസ് എ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. അതായത് ആ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടത്തേണ്ടത്, എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതൊക്കെ വെൽ പ്ലാൻ ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ്സ് ആണ്, 1 is പ്ലാനിങ്, ടെസ്റ്റ് എങ്ങനെ നടത്തണമെന്ന് പ്ലാൻ ചെയ്യുക. രണ്ടാമത്തത് ടെസ്റ്റ് കേസ് കൊടുക്കുമ്പോൾ, അതായത് എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻ ഫോളോ ചെയ്യുക. പിന്നെ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ അതിന് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ. പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഇവാലുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബേസിക് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്, അതാണ് ഇറ്റ് ഡിസ്ക്രൈബ്സ്. യു ക്യാൻ സീ ദ പോയിന്റ്. ഇറ്റ് പ്രൊവൈഡ്സ് എ റോഡ് മാപ്പ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റെപ്സ് ടു ബി കണ്ടക്റ്റഡ് ആസ് പാർട്ട് ഓഫ് ടെസ്റ്റിംഗ്. അപ്പോൾ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, അതിന് റോഡ് മാപ്പ് പോലെ, അത് ജസ്റ്റ് ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ സ്റ്റെപ്സും ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത് അതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പം അതനുസരിച്ച് ഈ ഇത്രയും പോയിന്റ്സ് ഇൻകോപ്പറേറ്റ് ചെയ്യണം. പിന്നെ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. എന്നിട്ട് അത് എപ്പോഴാണ് അത് അണ്ടർടേക്ക് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിൻ്റെ എഫേർട്ട്, ടൈം, റിസോഴ്സസ് അതൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ പ്ലാനിങ് മാത്രം പോരാ, ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട എഫേർട്ടും ടൈമും റിസോഴ്സസും ആസ് എ ടെസ്റ്റർ തന്നെ അത് കണ്ടുപിടിച്ച് വെക്കുകയും വേണം. സോ ദിസ് ഇസ് എ ഇൻട്രൊഡക്ഷൻ ഫോർ ദ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ സ്ട്രാറ്റജിക് അപ്രോച്ച് ഫോർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്
ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ല, ഒരു കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് കൂടി കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ടെസ്റ്റിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റ് ചെയ്യുന്നതല്ല ടെസ്റ്റിംഗ്. അത് നമ്മൾ പ്രീവിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത് അതിന് എന്തൊക്കെയാണ് വേണ്ടത്, അത് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ചിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിൽ പറയുന്നത്. അതിന്റെ കൂടാണ്ട് തന്നെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് കൂടുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു ടെംപ്ലേറ്റ് ലൈക്ക് ആൻ എക്സാമ്പിൾ, അത് എങ്ങനെയാണ് ഇത്രയും കാലം എങ്ങനെയാണ് അത് ചെയ്തു വരുന്നത്, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ കൂടി നമ്മൾ സ്ട്രാറ്റജിക്കലി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇത്രയും കാലം ചെയ്തു വന്ന നമ്പർ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ഹാവ് ബീൻ പ്രപ്പോസ്ഡ് ഇൻ ദ പാസ്റ്റ്, അതും കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ടെസ്റ്റ് കേസസും കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഫോളോ ചെയ്യുന്നത്. So in that we find out the characteristics of testing strategies. First one എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡീനെയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യും. സോ വി ആർ പെർഫോമിങ് എഫക്റ്റീവ് ടെക്നിക്കൽ റിവ്യൂ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൽ വരുന്ന എറേഴ്സും അതിന് മുൻപേ വന്ന എററും ആ ഒരു റിവ്യൂ ചെയ്ത് വന്നതിന് ശേഷമുള്ള എററും അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. അതനുസരിച്ച് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ടെസ്റ്റിംഗ് ബിഗിൻസ് അറ്റ് ദ കമ്പോണന്റ് ലെവൽ ആൻഡ് വർക്ക്സ് ഔട്ട്വേർഡ് ടുവേർഡ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ എൻറ്റയർ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. അതായത് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മുടെ പ്രോഗ്രാം കോഡെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആ പ്രോഗ്രാം കറക്റ്റ്ലി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ടെസ്റ്റിംഗ് ബിഗിൻസ് അറ്റ് ദ കമ്പോണന്റ് ലെവൽ. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിന്റെ എൻറ്റയർ വർക്കിംഗ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരിക്കലും ടെസ്റ്റ് ചെയ്യില്ല. നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് എപ്പോഴാണ് നമുക്ക് അതിന് ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഹോൾ ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റം കിട്ടിയത്, ദാറ്റ് ഇസ് അറ്റ് ദ കമ്പോണന്റ് ലെവൽ, ആ സമയത്താണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുക. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ടെക്നിക്സ് കുറേ ഉണ്ട്, ബട്ട് നമ്മൾ എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആ ഒരു കോണ്ടെക്സ്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ചെയ്യാറ്. നെക്സ്റ്റ് ഓൾസോ ടെസ്റ്റിംഗ് ഇസ് കണ്ടക്ടഡ് ബൈ ദ ഡെവലപ്പർ ഓഫ് ദ സോഫ്റ്റ്വെയർ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ടെസ്റ്റ് ഗ്രൂപ്പ്. അപ്പം ഇൻഡിപെൻഡന്റ് ടെസ്റ്റ് ഗ്രൂപ്പും ഉണ്ട്. അതുപോലെ തന്നെ ആരാണ് കോഡ് എഴുതുന്നത് അയാൾ ഡെവലപ്പർ ആയിരിക്കും. ഹി ക്യാൻ ഓൾസോ ഹാവ് ദ പ്രൊവിഷൻ ടു ടെസ്റ്റ്. അപ്പോൾ എപ്പോഴും ഡെവലപ്പറിന് അദ്ദേഹം എഴുതുന്ന കോഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെവലപ്പർ അല്ലാണ്ട് അതിന് പുറമേയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഗ്രൂപ്പ്സിനും ടെസ്റ്റ് കേസസ് കൊടുത്തിട്ട് ആ ഒരു പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ വരുന്ന രണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങും ഡീബഗിങ്ങും ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ രണ്ടും ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഡീബഗിങ് മസ്റ്റ് ബി അക്കോമഡേറ്റഡ് ഇൻ എനി ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. അപ്പൊ ഡീബഗിങ് എന്ന് പറയുമ്പോൾ എറർ കറക്ഷൻ, എറർ ഫെയിലിയേഴ്സ് വരുന്ന അല്ലെങ്കിൽ എക്സെപ്ഷൻസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും അങ്ങനത്തൊക്കെയാണ് ഡീബഗിങ് എന്ന് പറയുന്ന കേസസിൽ വരിക. അപ്പം ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡീബഗിങ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് ദ ഫങ്ഷൻസ് ഓഫ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. അപ്പം നമ്മൾ ഈ സ്ട്രാറ്റജി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഹൈ ലെവൽ ടെസ്റ്റും ഒന്ന് ലോ ലെവൽ ടെസ്റ്റും. അപ്പം ഫസ്റ്റ് ലോ ലെവൽ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ലോ ലെവൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ കോഡ് സ്മോൾ സെഗ്മെന്റ് എഴുതിയിട്ടുണ്ടാവും, ചെറിയ ചെറിയ പീസസ് ഓഫ് കോഡ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ് നോക്കുന്നത്. അതാണ് ലോ ലെവൽ ടെസ്റ്റിംഗ്. ഹൈ ലെവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് നമ്മൾ വലിയ സിസ്റ്റം ഫങ്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതായത് കസ്റ്റമറിന് പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവില്ലേ, അവർ ഏതെങ്കിലും ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡ്യൂൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡ്യൂൾ, അതൊക്കെ മേജർ സിസ്റ്റം ഫങ്ഷൻസിലാണ് വരിക. സോ അതൊക്കെ നമുക്ക് ടെസ്റ്റിംഗ് നടത്താം എഗെയിൻസ്റ്റ് ദ കസ്റ്റമർ റിക്വയർമെന്റ്സ്. അതനുസരിച്ച് നമുക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹൈ ലെവൽ ടെസ്റ്റ്. ഇനി അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ ഒരു സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്കൊക്കെ നമ്മൾ ഗൈഡൻസും കൊടുക്കണം. അതുപോലെ തന്നെ പ്രൊവൈഡ് സെറ്റ് ഓഫ് മൈൽ സ്റ്റോൺസ് ഫോർ ദി മാനേജർ. ദാറ്റ് ഈസ് ആ പ്രോജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് കുറേ മോഡ്യൂൾസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ മൈൽ സ്റ്റോൺസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ റീച്ച് ചെയ്താൽ നമുക്ക് അത് കസ്റ്റമേഴ്സിന് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇത്രത്തോളം നമ്മൾ മൈൽ സ്റ്റോൺ റീച്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഈ രണ്ട് ഫങ്ഷൻ, ലോ ലെവൽ ടെസ്റ്റ് ആൻഡ് high level test. Next we have the testing strategy for conventional software architecture. അപ്പോൾ ഫസ്റ്റ് ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോഴേ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഇസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം ഹൗ സിസ്റ്റം എഞ്ചിനീയറിംഗ് ഇസ് പെർഫോംഡ്. അപ്പം സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പം
ആ സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് എന്താണ് ഒരു റെലവെന്റ് ആയിട്ടുള്ള കാര്യം, വാട്ട് ഇസ് ദ റോൾ ഓഫ് ദാറ്റ് സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പം എന്താണ് അതിന്റെ റിക്വയർമെന്റ് അനാലിസിസ്, ദ ഇൻഫർമേഷൻ ഡൊമെയിൻ, ഫംഗ്ഷൻ, ദ പെർഫോമൻസ്, ദ ബിഹേവിയർ, ദ കൺസ്ട്രെയിൻസ് ആൻഡ് ദ വാലിഡേഷൻ ക്രൈറ്റീരിയ ഫോർ എ സോഫ്റ്റ്വെയർ ആർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് എ സിസ്റ്റം എഞ്ചിനീയറിംഗ് ഇസ് ബീൻ പെർഫോംഡ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ആയിട്ട് സ്പൈറൽ മോഡലും അതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓരോ പ്രോസസ് മോഡൽസും. സോ വെൻ വി ആർ മൂവിങ് അലോങ് വിത്ത് ദാറ്റ് സ്പൈറൽ, നമുക്ക് അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം, അതിനുശേഷം കോഡിങ് ചെയ്യാം, പിന്നെ ടെസ്റ്റിംഗ് ചെയ്യാം. അങ്ങനെ ഓരോ ഫേസസും നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് വി ആർ ഹാവിങ് എ സിസ്റ്റം എഞ്ചിനീയറിംഗ് പ്രോസസ്സസ് ബീങ് ഫോളോഡ്. അപ്പം നമ്മുടെ ഈ കേസിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്പൈറൽ മോഡലും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിക്ക് മൂവ് ചെയ്യാൻ. അപ്പോൾ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് മോഡൽ എന്ന് പറയുന്നത് സ്പൈറൽ മോഡലാണ്. സോ ഹിയർ യു ക്യാൻ സീ എ സ്പൈറൽ മോഡൽ. അപ്പൊ ഈ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു പ്രോസസ് മോഡൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതിന്റെ കൂടാതെ തന്നെ കുറച്ച് ടെസ്റ്റിംഗ് സിനാരിയോസ് വരുന്നതാണ്. സോ ഫസ്റ്റ് യു ഹാവ് എ കോഡ്. അപ്പം അതിൽ ആദ്യം നമുക്ക് ഡിസൈനും റിക്വയർമെന്റ് സിസ്റ്റം എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ് ആണ് ഇതിനുള്ളിൽ നടക്കുന്നത്. സോ ആദ്യം കോഡ് ഉണ്ട്. കോഡ് കിട്ടിയതിന് ശേഷം നമ്മൾ അത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് ഓഫ് ടെസ്റ്റിംഗ്, ഒരു സമയത്ത് ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷമാണ് ഡിസൈൻ വരുന്നത്, പിന്നെ അതിൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, വാലിഡേഷൻ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, പിന്നെ സിസ്റ്റം ടെസ്റ്റിംഗ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ ഡിസൈൻ റിക്വയർമെന്റ്സ് ഒക്കെ അതിലൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പം യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് അതൊക്കെ നമ്മൾ അപ്കമിങ് സെക്ഷനിൽ പഠിക്കും. ദീസ് ആർ ഓൾ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്. ഇൻ ദിസ് സെക്ഷൻ നമ്മൾ ടെസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം കോഡിംഗ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ടെസ്റ്റിംഗ് കേസസ്. അതൊക്കെയാണ് അതൊരു സർക്കുലർ ലൂപ്പ് പോലെ ഫോം ചെയ്തിട്ട് ഈ സ്പൈറൽ മോഡൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഫസ്റ്റ് ഫൈൻഡ് വാട്ട് ഇസ് യൂണിറ്റ് ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പൈറലിന്റെ തുടക്കത്തിൽ, ദാറ്റ് ഇസ് ഇറ്റ് ബിഗിൻസ് അറ്റ് ദ വേർട്ടെക്സ് ഓഫ് ദി സ്പൈറൽ തുടങ്ങുമ്പോൾ തന്നെ കോഡ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. അതായത് ഇൻഡിവിജ്വൽ സോഴ്സ് കോഡ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ഓരോ യൂണിറ്റും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് വി ഫോളോസ് എ യൂണിറ്റ് ടെസ്റ്റിംഗ്. അതിനുശേഷം നമ്മൾ ടെസ്റ്റിംഗ് പ്രോഗ്രസ് ചെയ്യുന്നത് പുറത്തോട്ടേക്കാണ്, ആൻഡ് ഇറ്റ് follows to the integration testing. Integration testing mainly it focus on the design and also software architecture and the constructions ഒക്കെ കറക്റ്റ് ആണോ അതിനെ പറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വരുന്നത്. പിന്നെ മൂന്നാമത്തത് വരുന്നത് വാലിഡേഷൻ ടെസ്റ്റിംഗ് ആണ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ സ്പൈറൽ കൂടി ചുറ്റി വരുമ്പോൾ പിന്നെ എൻകൗണ്ടർ ചെയ്യുന്നതാണ് വാലിഡേഷൻ ടെസ്റ്റിംഗ്. വാലിഡേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാം വാലിഡേറ്റ് ചെയ്യാണ്, വെദർ ഇറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. അതായത് നമുക്ക് വേണ്ട റിക്വയർമെന്റ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് വേണ്ട റിക്വയർമെന്റ്സ് മോഡലൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ എക്സ്പെക്ടേഷൻസ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടോ, നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യുന്നതാണ് വാലിഡേഷൻ ടെസ്റ്റിംഗ്. ആൻഡ് ഫൈനലി ആഫ്റ്റർ ഓൾ ദീസ് 3 ടെസ്റ്റിംഗ് വി വിൽ അറൈവ് അറ്റ് സിസ്റ്റം ടെസ്റ്റിംഗ്. ഇവിടെ സോഫ്റ്റ്വെയറും അതിന്റെ സിസ്റ്റം എലിമെന്റ്സ് എല്ലാം ഇൻഡിവിജ്വലി നമ്മൾ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹോൾ ആയിട്ടും ടെസ്റ്റ് ചെയ്യും. എല്ലാം കറക്റ്റ്ലി പെർഫോമിംഗ് ആണോ, എല്ലാം കറക്റ്റ്ലി വർക്കിംഗ് ആണോ, നമ്മുടെ സോഫ്റ്റ്വെയറും അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സിസ്റ്റം എലിമെന്റ്സും വർക്ക് ചെയ്യുന്നതാണ് നോക്കും. സോ ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്. ഈ 4 ടെസ്റ്റിംഗും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സെക്ഷൻസ് ആണ്, അത് അപ്കമിങ് സെക്ഷൻസിൽ നമ്മൾ പഠിക്കും. ഇപ്പം ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ സ്പൈറലിൽ ഈ 4 ടെസ്റ്റിംഗ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ടെസ്റ്റിംഗ് നടത്തുമ്പം ചെയ്യുന്നത്. ആൻഡ് അതിന്റെ തന്നെ കുറച്ച് പോയിന്റ്സ് ആണ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റിംഗ് ടെക്നിക്സിൽ ഒരു ഹെവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഓരോ യൂണിറ്റും നമ്മൾ ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ അത് ഹെവി ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം എറർ ഡിറ്റക്ഷൻ ഇത് ഹെൽപ്പ് ചെയ്യും, ബിക്കോസ് എവറി സിംഗിൾ യൂണിറ്റ് ഇസ് ബീങ് ഇൻഡിവിജ്വലി ടെസ്റ്റഡ്. അതുകൊണ്ട് തന്നെ ഓരോന്നിലും വരുന്ന എറേഴ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. And as a result, the components are assembled to form software packages. അപ്പോൾ നമുക്ക് അതനുസരിച്ച് യൂണിറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അതനുസരിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ നമ്മൾ സോഫ്റ്റ്വെയർ പാക്കേജസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. Then we have integration testing. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിസൈനിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. അതിൽ വരുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ ഡിസൈൻ വരുന്ന അങ്ങനത്തെ കാര്യങ്ങളുടെ വെരിഫിക്കേഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ a set of higher order tests are conducted.
നെക്സ്റ്റ് യു ഹാവ് വാലിഡേഷൻ. വാലിഡേഷൻ എന്ന് പറയുന്നത് വാലിഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ ഫങ്ഷണൽ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ് പ്രൊവൈഡ്സ് എ ഫൈനൽ അഷുറൻസ് ദാറ്റ് അവർ സോഫ്റ്റ്വെയർ ഹാസ് മെറ്റ് ഓൾ ദീസ് 3 കണ്ടീഷൻസ്. അങ്ങനെയാണ് നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ യു ഹാവ് ഇസ് ദ സിസ്റ്റം ടെസ്റ്റിംഗ്. അതായത് ഈ യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, വാലിഡേഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുന്ന സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഹോൾ സോഫ്റ്റ്വെയർ നമ്മൾ നോക്കുവാണ്. ദാറ്റ് ഈസ് ആഫ്റ്റർ ദ വാലിഡേഷൻ വി ഹാവ് ദ ഹോൾ സോഫ്റ്റ്വെയർ ഇസ് കമ്പൈൻഡ് വിത്ത് അതർ എലിമെന്റ്സ്. അതായത് സോഫ്റ്റ്വെയർ മാത്രം ഇൻഡിവിജ്വലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ വരുമ്പോൾ ഹാർഡ്വെയർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ദ സോഫ്റ്റ്വെയർ നമുക്ക് ഡാറ്റാബേസസ് ഉണ്ടാവും. പിന്നെ അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ടാവും, പീപ്പിൾസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടി വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പം എല്ലാ എലമെന്റ്സും കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണോ, എല്ലാ സിസ്റ്റം ഫങ്ഷൻസും അതിന്റെ പെർഫോമൻസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഓവറോൾ ആയിട്ടുള്ള സിസ്റ്റം കാര്യങ്ങൾ നോക്കും. അപ്പൊ ഇത്രയും പ്രോസസ്സ് നമ്മുടെ സിസ്റ്റം എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഡിഫൈൻസ് എ റോൾ വേർ വി ക്യാൻ ഫൈൻഡ് വെദർ ദ ഫങ്ഷൻസ് ആർ വർക്കിംഗ്, വെദർ ദ കൺസ്ട്രെയിൻസ് ഹാവ് ബീൻ മെറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അത് ഞാൻ നേരത്തെ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. How we can follow the system engineering. That is it defines a role, software requirement analysis, function, behavior, constraints, validation, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് സിസ്റ്റം എഞ്ചിനീയർ ആസ് എ ഹോൾ നോക്കുക. സോ അതിൽ വരുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗിൽ നമ്മുടെ ഈ സിസ്റ്റം എഞ്ചിനീയറിംഗ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, എല്ലാ സിസ്റ്റം ഫങ്ഷൻസും അതിന്റെ പെർഫോമൻസ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഈ ഒരു സിസ്റ്റം ടെസ്റ്റിംഗിൽ നോക്കുക. So that's all in this section. Next section നമ്മൾ testing strategy for conventional software പഠിക്കുന്നതായിരിക്കും. That's all in this section. Thank you.